നമസ്കാരം, എല്ലാവർക്കും KL36 ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ട്രാവലിംഗ് വീഡിയോസൊന്നും അല്ല ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നൊരു ചെറിയ സൈക്കിളിൻ്റെ റിവ്യൂ ആട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അവരൊക്കെ മറക്കാണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. ഈ സൈക്കിളിന് പോകാനായിട്ടൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ബിഗിനേഴ്സിന് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് മറക്കാണ്ട് നമ്മുടെ വീഡിയോസ് കാണണ്ട. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോസ് ഇപ്പോൾ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരില്ലേ, അപ്പോൾ അവരോടാണ് പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. കൂടാണ്ട് ആ റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിക്കോ. അപ്പോൾ അത് അമർത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന അടുത്ത വീഡിയോസ് നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതുകൂടി ചെയ്തോട്ടാ. അപ്പോൾ നമുക്ക് താമസിക്കാണ്ട് എന്നെ സൈക്കിളിൻ്റെ റിവ്യൂയിലേക്ക് പോകട്ടാ. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന സൈക്കിളാണ്. അപ്പോൾ നമ്മൾ ഈ സൈക്കിളെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ആദ്യം എടുത്ത് കാണിക്കേണ്ടത് ഇതിൻ്റെ ഈ ഒരു പെയിൻറ്റിങ് പാറ്റേൺ ആണ് കേട്ടോ. അതായത് ഫുള്ള് വൈറ്റിലാണ് ഈ ഒരു പെയിൻറ്റിങ് ഇവർ ചെയ്തേക്കുന്നത്. കൂടാണ്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ബിറ്റ്വീൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നെയിം ഒക്കെ കൊടുത്തേക്കണം കാണാം. കൂടാണ്ട് ഈ മേളിൽ മൈ ബൈക്ക് എന്ന് പറഞ്ഞിട്ടൊരു നെയിമും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുമ്പോൾ ലുക്ക് ഇങ്ങനെയാണ് സൈക്കിളിൻ്റെ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം കാണുന്നത് ഈ ഒരു ഹാൻഡിൽ ബാറാണ് കേട്ടോ. ഹാൻഡിൽ ബാർ ഒരു വി കട്ട് അല്ലെങ്കിൽ ഒരു യു കട്ട് രീതിയിലാണ് ഒരു ഹാൻഡിൽ ബാർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റം, ബ്രേക്ക് കൊടുത്തിരിക്കുന്നത് ഇതൊരു അലൂമിനിയം ഒരു പ്ലേറ്റ് പോലെ ഡിസൈനിലാണ് ബ്രേക്കിൻ്റെ 2 ലിവേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബ്രേക്ക് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം കേട്ടോ. കാരണം മഴയത്താണെങ്കിലും അല്ലാണ്ടാണെങ്കിലും നമുക്കിപ്പോൾ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ചില സാധാ സൈക്കിളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്രേക്ക് പിടിച്ച് കഴിയുമ്പോൾ മഴയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാണ്ട് വരും, നമുക്ക് ബ്രേക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. പക്ഷേ ഈ ഒരു ബ്രേക്കിന് ഇതിൻ്റെ ഒരു ബ്രേക്ക് സിസ്റ്റം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ മഴയത്താണെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ സൈക്കിൾ പിടിച്ചെടുത്ത് നിൽക്കും, ആ ഒരു ഗുണമുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ബോഡിയാണ് കേട്ടോ, ഈ ഒരു ഫ്രെയിമാണ്. കാരണം ഏറ്റവും നമുക്ക് വെയിറ്റ് കുറച്ചിട്ടാണ് ബിറ്റ്വീൻ ഈ ഒരു സ്ട്രക്ചർ റെഡിയാക്കി എടുക്കുന്നത്. കാരണം ഈ ഒരു ബോഡി നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ കൊണ്ടിട്ടാണ് കേട്ടോ. പിന്നെ വേറൊരു വെയിറ്റ് കുറയാനായിട്ടുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റിമ്മ് വരുന്നത് ശരിക്കും അലൂമിനിയത്തിലാണ്. അപ്പോൾ ഈ ഫ്രണ്ടും ബാക്കും നമുക്ക് അലൂമിനിയത്തിലാട്ടോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറക്കാണ്ട് ഈ ഒരു ഭാഗം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബ്രേക്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, ഈ ബ്രേക്കിങ് കൂടുതലും എന്ന് വെച്ചാൽ ഷാർപ്പാകാൻ കാരണം ഈ ഒരു അലുമിനിയം കൂടിയുണ്ട് കേട്ടോ. കാരണം ഈ അലുമിനിയത്തിൻ്റെ ഒരു ഗുണം കൂടി കൊണ്ടാണ് ഇത്രയും ഒരു ഷാർപ്പായിട്ട് നമുക്ക് പിടിച്ചാൽ വണ്ടി കൺട്രോളിൽ നിൽക്കുന്നത്. പിന്നെ ഈ ഒരു ടയറിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഈ ടയർ ഹാറ്റെക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ 26 ഇഞ്ചിൻ്റെ ഒരു ടയറാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു റിമ്മ് വരുന്നത് 20 ഇഞ്ചിൻ്റെ അലൂമിനിയം റിമ്മാണ്. ഫ്രണ്ടും ബാക്കും സെയിം തന്നെ കേട്ടോ, ഒരു വ്യത്യാസങ്ങളും ഇല്ല പ്രത്യേകിച്ച്. നമ്മളിപ്പോൾ ഈ സൈക്കിൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൽ ചെറിയ അക്സറീസൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു കാണുന്ന ബെല്ല് സെപ്പറേറ്റ് വെച്ചതാണ്. പിന്നെ ഈ ഒരു മഡ് ഗാർഡ്, ഫ്രണ്ടും ബാക്കിലെ മഡ് ഗാർഡും നമ്മൾ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ടോ, ഇത് നമ്മൾ സെപ്പറേറ്റ് വെച്ചാണ്. പിന്നെ ഈ ഒരു ലോക്ക്, കൂടാണ്ട് ഈ സ്റ്റാൻഡ്, ഇതെല്ലാം സെപ്പറേറ്റ് നമ്മൾ അഡീഷണൽ ആഡ് ചെയ്തതാണ്. നമ്മൾ സൈക്കിൾ വാങ്ങാൻ നേരത്ത് നമുക്ക് ഈ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഈ ഒരു ബോഡിയും ഫുള്ള് ഈ ഒരു സെറ്റ് മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് സ്റ്റാൻഡ് അവൈലബിൾ അല്ല, മഡ് ഗാർഡ് അവൈലബിൾ അല്ല, അതേപോലെ ബോട്ടിൽ ഹോൾഡർ, ബെല്ല്, ഈ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടാനില്ല കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് അഡീഷണൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഇതിന്റെ റേറ്റ് ആണ്. വിലയും കാര്യങ്ങളും എന്ത് വരുന്നുണ്ടെന്ന് അറിയണമല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് ശരിക്കും വരുന്നത് ഏകദേശം 5000 രൂപയാണ്. ഈ ഒരു ഞാൻ പറഞ്ഞ ആക്സസറീസ് ഇല്ലാണ്ടാട്ടാ, വെറും 5000 രൂപയാണ് നമുക്ക് ഈ ഒരു സൈക്കിൾ വരുന്നത്. അതായത് ഡെക്കാത്തലോണിലെ സൈക്കിൾ കാറ്റഗറിയിൽപ്പെട്ട ഏറ്റവും ലോവസ്റ്റ് ബഡ്ജറ്റിൽപ്പെട്ട ഒരു സൈക്കിളാണ് നമ്മുടെ ഈ ഒരു ബിറ്റുവിന്റെ മൈ ബൈക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൈക്കിൾ കേട്ടോ. അപ്പോൾ ആ തരത്തിലാണ് ഈ സൈക്കിളിന്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കിത് പുറത്ത് ഷോപ്പിലും കാര്യങ്ങളും നമുക്ക് വാങ്ങാൻ പറ്റത്തില്ല. നമുക്ക് ഡെക്കാത്തലോണിന്റെ സ്റ്റോറിൽ മാത്രമേ നമുക്കിത് വാങ്ങിയിട്ടുള്ളൂ. പിന്നെ അവരുടെ സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ സൈക്ലിങ്ങിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ബിഗിനേഴ്സിന് വളരെ പ്രയോജനകരമായ ഒരു സൈക്കിളാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബിറ്റുവിന്റെ മൈ ബൈക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറിയിൽപ്പെട്ട ഈ സൈക്കിള്. വേറൊന്നും കൊണ്ടല്ല, ഇത് ഏറ്റവും നമുക്ക് ചവിട്ടുവാരം കുറവാണ്. നമുക്ക് ഒട്ടും വെയിറ്റില്ല, ഞാൻ പറയും നമുക്ക് ഒറ്റ കൈക്ക് തന്നെ നിസ്സാരമായിട്ട് പൊക്കാം. ആ ഒരു രീതിക്കാണ് ഇതിൻ്റെ ഒരു ഡിസൈനും വെയിറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിലയാണ്. വെറും 5000 രൂപക്കാണ് നമുക്കിത് അവൈലബിൾ ആവുന്നത്. കാരണം ഇത് പക്ഷേ നമുക്ക് സെപ്പറേറ്റ് പുറത്ത് ഷോപ്പിലും കാര്യങ്ങളൊക്കെ നമുക്കിത് അവൈലബിൾ അല്ല. ഇത് ഡെക്കാത്തലോണിൻ്റെ സ്റ്റോറിൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. കൂടാണ്ട് നമുക്ക് ഡെക്കാത്തലോണിലെ അവരുടെ സൈറ്റ് വഴി നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യട്ടാം. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റൈഡിങ് കംഫോർട്ട് ഭയങ്കര തന്നെയാണ്. കാരണം
ഒരു ബിഗിനർ സൈക്കിൾ എന്ന രീതിയിൽ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട്. കാരണം അത്യാവശ്യം നല്ലൊരു റൈഡിങ് കംഫോർട്ട് തരുന്നുണ്ട്. ഇതിൻ്റെ സീറ്റ് ആണെങ്കിലും നമുക്കൊരു ഹാൻഡിൽ ബാർ ആണെങ്കിലും എല്ലാം ഈ ഒരു ഫ്രെയിമൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് ആ ഒരു രീതിക്കാണ്. ഇപ്പോൾ ഇതെൻ്റെ സൈക്കിളല്ല, എൻ്റെ ഒരു ഫ്രണ്ട് പുതിയതായിട്ട് എടുത്താണ്. അപ്പോൾ അവൻ്റെ ഒരു സൈസിന് വെച്ചിട്ടാണ് ഈ സൈക്കിൾ എടുത്തത്. അപ്പോൾ എൻ്റെ സൈസിൽ വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതിപ്പോൾ ശരിക്കും എൻ്റെ ബോഡി എനിക്ക് ഇവിടെ മുട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും ലാർജ് സൈക്കിളാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ബാറിൽ ബോഡി മുട്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരിക്കും സൈക്കിളിൻ്റെ സൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കയറി നിൽക്കുമ്പോൾ ഈ ബാർ നമ്മുടെ ദേഹത്ത്, അതായത് ശരീരത്തിൽ മുട്ടാൻ പാടില്ല. അപ്പോൾ ആ മുട്ടില്ലെന്ന അവസ്ഥയിൽ നിൽക്കുവാണെങ്കിൽ അതാണ് നമുക്ക് പറ്റിയ കറക്റ്റ് ഒരു സൈസ് എന്ന് പറയുന്നത്. ഒരു സൈക്കിൾ വാങ്ങി വാങ്ങാനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിക്ക് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ. പിന്നെ ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർ, അതായത് കുറച്ച് ഏജ് ഉള്ളവർക്കൊക്കെ സൈക്കിളിന് പോകാനായിട്ട് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സൈക്കിളാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബിറ്റ്വിൻ്റെ മൈ ബൈക്ക് എന്ന് പറഞ്ഞ ഈ സൈക്കിൾ. കാരണം ഇതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം വെയിറ്റ്ലെസ് ആണ്. കാരണം ഒട്ടും വെയിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് റൈഡ് പോയാലൊന്നും വലിയ ചവിട്ടുഭാരമൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു ബോഡി ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ എനിക്ക് ഇതിൻ്റെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സൈക്കിൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ല ആക്സസറീസ് ഒന്നുമില്ല. ഈ ഒരു ബേസിക് ആയിട്ടുള്ള ബെല്ല് പോലും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു കംപ്ലൈൻ്റ് ആണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. കാരണം ഇതെങ്കിലും അവർക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് നൽകായിരുന്നു. പിന്നെ വരുന്ന ഈ ഒരു മൾഗാർഡൊക്കെ ശരിക്കും ഒരു സൈക്കിൾ വാങ്ങുമ്പോൾ ശരിക്കും വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് തന്നിരുന്നെങ്കിൽ ഉപകാരമായേനെ. പിന്നെ ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വെക്കും. ഈ ബോട്ടിൽ ഹോൾഡറൊക്കെ നമ്മൾ സെപ്പറേറ്റ് വെക്കുന്നതാണ്. ഈ അക്സസറീസിന് നമ്മൾ അവിടെ നിന്ന് ഡെക്കാത്തോളിൽ എടുക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. കാരണം അവിടെ എല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ബിറ്റ്വിൻ്റെ അക്സസറീസ് തന്നെയാണ്. ഇപ്പോൾ ഇതുമേൽ തന്നെയാണെങ്കിലും ബിറ്റ്വിന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഈ ബോട്ടിൽ ഹോൾഡറിൽ. നമുക്ക് ഈ ഒരു മഡ് ഫ്ലാപ്പിൽ എല്ലാത്തിലും രീതിയിലേക്ക് കാണാം. അപ്പോൾ 1600 മേളിലേക്ക് റേറ്റ് വരുന്നുണ്ട് ഇതിനെല്ലാം കൂടി. ഈ ഒരു ബെല്ലിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് വെച്ചാൽ എനിക്ക് തോന്നുന്നത് 300 ആയിരുന്നു തോന്നുന്നുണ്ട് ഈ ഒരു ഇതിൻ്റെയൊക്കെ റേറ്റ്. പിന്നെ ഇതിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഈ സ്റ്റാൻഡ് ഉണ്ടാകും. നമുക്ക് ഈ സ്റ്റാൻഡ് വരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണതാണ്. അതായത് നമ്മൾ ആക്സസറീസിൻ്റെ കൂടെ നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. ഈ ഒരു സ്റ്റാൻഡിനും അത്യാവശ്യം നല്ലൊരു 500 റേഞ്ചിൽ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബേസിക് സൈക്കിളിന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് ഈ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ നൽകണം. സ്റ്റാൻഡും ബെല്ലുമാണ് അത്യാവശ്യം വേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നില്ല. നമ്മൾ സെപ്പറേറ്റ് അഡീഷണൽ ചെയ്യുന്നതാണ്. അതിനൊക്കെ ഏകദേശം മൊത്തം ഒരു 1600 റേഞ്ചിലാണ് ഈ ഇത്ര ഒരു അക്സസറീസിന് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്കൊരു പ്രയോജനമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റിവ്യൂ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിക്കുക കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു സൈക്കിള് സൈക്ലിങ്ങിലേക്ക് ഇറങ്ങുന്ന ബിഗിനേഴ്സിലേക്ക് ഒന്ന് പരിചയപ്പെടുത്താവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു റിവ്യൂ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാണ്ട് ആ റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി അമർത്തുന്നുണ്ട്. അപ്പോൾ അത് അമർത്തുമ്പോൾ നമ്മൾ ഈ അടുത്ത വീഡിയോസ് നിങ്ങൾ ഓട്ടോമാറ്റിക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതോട് ചെയ്തോ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.